കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ കെ ജയപ്രസാദിന്റെ നിയമനം സാധുവാക്കിയ കേന്ദ്ര സർവകലാശാലയുടെ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി. കൊല്ലം സ്വദേശി ഡോക്ടർ SR ജിത നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. റിപ്പോർട്ടോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 2015 ഫെബ്രുവരി 13 വിജ്ഞാപന പ്രകാരം ക്ഷണിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നവംബർ 11 ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിൽ അസോസിയേറ്റ് പ്രൊഫസറായി കെ ജയപ്രസാദ് നിയമിതനായത്. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ നിന്നും പ്രൊമോഷൻ നേടി പ്രൊഫസറും പിന്നീട് പ്രോ വൈസ് ചാൻസലറുമായി. കെ ജയപ്രസാദിന് UGC മാനദണ്ഡമനുസരിച്ചുള്ള യോഗ്യതയില്ലെന്നും നിയമനം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള അഭിമുഖത്തിൽ പങ്കെടുത്ത കൊല്ലം സ്വദേശി ഡോക്ടർ SR ജിത ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ഇരുവരുടെയും വാദം കേട്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ അന്നത്തെ വൈസ് ചാൻസലർ ഡോക്ടർ H വെങ്കടേശ്വർലു രൂപീകരിച്ച കമ്മിറ്റി ജയപ്രസാദിന്റെ നിയമനം സാധുവാക്കി കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതേ തുടർന്ന് നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിച്ചില്ലെന്ന് ജിത കോടതിയെ അറിയിച്ചു. ജിതയുടെ വാദങ്ങൾ അംഗീകരിച്ച് പ്രശ്നത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാത്തതിനെ വിമർശിച്ച കോടതി നിയമനം സാധുവാക്കിയ മുൻ VCയുടെ റിപ്പോർട്ട് റദ്ദാക്കുകയായിരുന്നു. ഇരുവരെയും വിശദമായി കേട്ട ശേഷം വീണ്ടും റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2015 നവംബർ 9 എയ്ഡഡ് കോളേജിൽ നിന്ന് വിടുതൽ നേടിയാണ് ജയപ്രകാശ് കേന്ദ്ര സർവകലാശാലയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ചട്ടമനുസരിച്ച് കേന്ദ്ര സർവകലാശാലയിൽ 12 മാസം പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കണം. തുടർന്ന് 6 മുതൽ 8 മാസത്തിനകം എക്സിക്യൂട്ടീവ് കൌൺസിൽ സ്ഥിര നിയമനം അംഗീകരിക്കണം. 2017 ഏപ്രിൽ 21 ചേർന്ന സർവകലാശാല എക്സിക്യൂട്ടീവ് കൌൺസിൽ ജയപ്രകാശിന് പ്രൊബേഷൻ കാലാവധിയടക്കം ഉൾപ്പെടുത്തി ചട്ടവിരുദ്ധമായി മുൻകാല പ്രാബല്യത്തോടെ പ്രൊഫസർ പദവി നൽകുകയായിരുന്നു. സുതാര്യമായ പരിശോധന നടത്തിയാൽ ജയപ്രസാദിന്റെ നിയമനവും പ്രമോഷനും നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. ജയപ്രസാദിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ CAG റിപ്പോർട്ടിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരുന്നു. അധ്യാപികയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വനിതാ കമ്മീഷനിലും അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ബേക്കൽ പോലീസിലും ജയപ്രസാദിനെതിരെ കേസുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.